everyone, welcome back to the Daily Scribble. So, ഇന്ന് ഒരു എക്സാം ഡ്യൂട്ടി വ്ളോഗാണ്. ഞാൻ മെഡിക്കൽ കോളേജിൽ MSc MLT മൈക്രോബയോളജി സ്റ്റുഡൻ്റാണ്. അപ്പം നമ്മുടെ കരിക്കുലത്തിൻ്റെ പാർട്ടായിട്ട് നമ്മൾ UG സ്റ്റുഡൻസിൻ്റെ എക്സാം വരുമ്പം നമ്മൾ അവിടെ എക്സാം ഡ്യൂട്ടി എടുക്കാറുണ്ട്. ഇന്ന് 4th ഇയർ BSc MLT സ്റ്റുഡൻസിൻ്റെ പ്രാക്ടിക്കൽ മോഡൽ എക്സാമിനേഷനാണ്. അപ്പോൾ അവിടെ നമ്മൾ രാവിലെ ഡേ 1 സ്റ്റാർട്ട് ചെയ്തു. രാവിലെ ചെന്നിട്ട് നമ്മൾ ലോട്ട് നമ്പേഴ്സ് സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ അവർക്ക് വേണ്ട ആൻസർ ഷീറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യും. പിന്നെ കൊടുക്കേണ്ട സാമ്പിൾസ് എല്ലാം കറക്റ്റായിട്ട് നമ്മൾ ട്യൂബ്സിലാക്കും, അത് ലേബൽ ചെയ്യും. പിന്നെ അവർക്ക് വേണ്ട എന്തൊക്കെ സാധനങ്ങളാണോ അതെല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. ഇതിപ്പോൾ ഞാൻ നോക്കുന്നത് അവർക്ക് ELISA ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അപ്പം മൊത്തം 26 സ്റ്റുഡൻസ് ഉണ്ട് ഇന്നത്തെ ബാച്ചിൽ. അപ്പോൾ 26 പേർക്കും ചെയ്യാനുള്ള അത്ര റിയേജൻസ് ഒക്കെ ഉണ്ടോ, എല്ലാവർക്കും കറക്റ്റായിട്ട് ചെയ്യാനുള്ള എമൗണ്ട് ഉണ്ടോ എന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. പിന്നെ ഇത്തവണ പറ്റിയൊരു പ്രശ്നം വെച്ചാൽ 2 ഡിഫറെൻറ്റ് കിറ്റ്സാണ് കൊടുത്തത്. ഒരു കിറ്റിൽ തന്നെ റിയേജന് തികയാത്തതുകൊണ്ട് 2 കിറ്റ് കൊടുത്ത്, അതായത് 2 ബാച്ചായിട്ട് നമ്മൾ അതിനെ വീണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കാമെന്നാണ് കരുതുന്നത്. പിന്നെ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻറ്റ് വരുന്നത് മൈക്കോളജിയിൽ നിന്നാണ്. അവർക്ക് ഫംഗസും അതായത് ഈസ്റ്റും മോൾഡും ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ട് നമ്മൾ SDA ട്യൂബിൽ കൾച്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫംഗസിനൊന്നും കണ്ടാമിനേഷൻ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്നതാണ്. എന്നിട്ട് നമ്മളത് ലേബൽ ചെയ്യും. അപ്പോൾ ഓരോ ലേബലിലും ആ ലേബൽ നമ്പറിൽ ഏതാണോ ഫംഗസ് നമ്മൾ എഴുതി വയ്ക്കും. അതേപോലെ തന്നെ അവർ റിപ്പോർട്ടിംഗ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ നമ്മൾ സാധാരണ പറയാറില്ല വെള്ളം ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത്, അപ്പോൾ അതേ പരിപാടി ഇവിടെയുണ്ട്. വാട്ടർ എക്സാമിനേഷനും അവർക്ക് ചെയ്യാനുണ്ട്. ഇതൊക്കെ കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ അവരെ എക്സാമിന് കയറ്റും. അവർ എക്സാം കണ്ടക്ട് ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ അവർക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് അതിൻ്റെ റിക്വസ്റ്റ് ഫോം നമ്മൾ റെഡിയാക്കും. എന്നിട്ട് നമ്മളിങ്ങനെ തിരിച്ചു വയ്ക്കും. അപ്പോൾ അവർ വന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യുമ്പോൾ അതിലേത് സാമ്പിളാണോ ആ സാമ്പിൾ അവർ പ്രൊസീഡ് ചെയ്യണം. പിന്നെ നമ്മൾ കുറച്ചങ്ങ് ടയേർഡായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ തൊട്ടടുത്തൊരു ചെറിയൊരു കടയുണ്ട്. അവിടെ നമ്മൾ വന്നിട്ട് ഒരു ചായയും സ്നാക്സും കഴിച്ചു. ഈ ടൈം എന്ന് പറയുന്നത് നമുക്കൊരു റിലാക്സേഷനും ആണ്. പക്ഷെ അതേപോലെ തന്നെ അവർ ചെയ്ത കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് എന്താണെന്ന് നമ്മൾ PGs ഡിസ്കസ് ചെയ്യും. കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഇന്ന തെറ്റുകളാണ് നിങ്ങൾ കൂടുതലായിട്ടും വരുത്തിയത്. പിന്നെ ചിലത് കോമൺ ആയിട്ട് ഇവർ പഠിച്ചു വെക്കുന്നതിൽ ചില തെറ്റുകൾ വരാറുണ്ട്. അപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് എന്താ വരുത്തിയെന്നുള്ളത് നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാവരിലും കോമൺ ആയിട്ട് വന്നത് ഏതാണോ അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ബിക്കോസ് ഈ മോഡൽ എക്സാം എന്ന് പറയുന്നത് അവർക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് പോലെയാണല്ലേ. എല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കി റെഡിയാക്കണം. അപ്പോൾ ആ തെറ്റൊക്കെ ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മളൊന്ന് റിലാക്സ്ഡ് ആവുന്ന ടൈമാണ് ഈ ചായ കുടിക്കാൻ വരുന്ന ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളും കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് ആ ടൈം നമ്മൾ എൻജോയ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ഡ്യൂട്ടിക്ക് പോകും. പിന്നെ മൈക്രോബയോളജി എക്സാമിനെ സംബന്ധിച്ച് 3 ദിവസമായിട്ടാണ് എക്സാം നടത്തുന്നത്. ഇപ്പോൾ ഡേ 1 കൂടുതലും ഇനോക്കുലേഷൻ ആയിരിക്കും. സെക്കൻഡ് ഡേ ആയിരിക്കും ഇപ്പോൾ ബാക്ടീരിയ ഒക്കെ ആണെങ്കിലും അതിൻ്റെ കോളനിയൊക്കെ വരുന്നതൊക്കെ. അപ്പോൾ അതവർ സെക്കൻഡ് ഡേ പ്രോസസ്സ് ചെയ്യും. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും കുട്ടികൾ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് കൺഫേം ചെയ്ത് അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ PG ലാബിൽ വന്നു. PG ലാബിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെക്കൻഡ് ഇയറിൽ നമ്മുടെ അക്കാഡമിക്കലായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒന്നാണ് തീസിസ് എന്ന് പറയുന്നത്. എൻ്റെ തീസിസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സബ് കൾച്ചർ ചെയ്യുന്നത്, എനിക്ക് ബാക്ടീരിയോളജിയാണ്. എൻ്റെ ബാക്ടീരിയ എല്ലാ ഐസൊലേറ്റ്സിനെയും ഞാൻ സബ് കൾച്ചർ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം ഞാൻ ഇട്ട് വെച്ച് പെപ്റ്റോൺ വാട്ടറിൽ ഇട്ട് വെച്ച് ടർബിഡിറ്റി ഒക്കെ ആയതിനു ശേഷം ഞാൻ എന്ത് ചെയ്യും, ഇന്ന് അതിനെ പ്ലേറ്റിലേക്ക് സബ് കൾച്ചർ ചെയ്യും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഡിറ്റക്ഷനൊക്കെ വരുന്നുണ്ട് സ്റ്റഡിയിൽ. അപ്പോൾ ആ ഓരോ മെത്തേഡും നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഐസൊലേറ്റ്സ് ലൈവായിട്ട് ഉണ്ടാവണം. ഇപ്പോൾ ഐസൊലേറ്റ്സ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഫെർദർ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകാൻ പാടാം. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒന്നേന്ന് കളക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അങ്ങനെ ഒരു റിസ്ക് ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ പീരിയോഡിക്കലായിട്ട് എന്ത് ചെയ്യും, ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് സബ് കൾച്ചർ ചെയ്യും. അങ്ങനെ സബ് കൾച്ചറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ PGസിൻ്റെ വക ഒരു New Year സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, ഒരു ചെറിയ കേക്ക് കട്ടിങ്. അത് കഴിഞ്ഞ് നമ്മൾ എക്സാം ഹാളിൽ തന്നെ വീണ്ടും പോയി അവരുടെ പേപ്പേഴ്സൊക്കെ കളക്ട് ചെയ്ത് ഇന്നത്തെ ദിവസം കഴിഞ്ഞു. കമ്മിങ് ടു ഡേ 2 ഓഫ് എക്സാമിനേഷൻ. ഡേ 2ൽ അവർ തലേ ദിവസം വരച്ച് വെച്ച പ്ലേറ്റ്സൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഗ്രോത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അവർ റിപ്പോർട്ട് ചെയ്യും. ആ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കറക്റ്റ് ചെയ്യണം.
അവർ കോളനിയുടെ മോർഫോളജിയൊക്കെ എഴുതുന്നത് കറക്റ്റാണോ, അവർ ഗ്രാം സ്റ്റെയിനിങ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, പിന്നെ വാട്ടർ ബാക്ടീരിയോളജിയും അല്ല വെള്ളം ടെസ്റ്റ് ചെയ്യുന്നത് അത് തലേദിവസം ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ എങ്ങനെയാണ് അതിൽ ഗ്രോത്ത് വന്നത് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഇത് നമ്മൾ അവരുടെ വർക്ക് ബെഞ്ചിൽ പോയിട്ട് ചെക്ക് ചെയ്യണം. കണ്ടോ, ഇതിപ്പോൾ ഒരു ഗ്രോത്ത് അവർക്ക് വന്നതാണ്. ഇനി സെക്കൻഡ് ഡേയിൽ തന്നെ അവർക്ക് ആൻറ്റിബയോട്ടിക് ഡിസ്കുകൾ ഇടാനുണ്ടാവും. ABST ചെയ്യാമെന്ന് നമ്മൾ പറയും. അതായത് ഒരു പേഷ്യൻ്റിന് ഒരു അസുഖം വന്നാൽ ഏത് ഡ്രഗ് കൊടുക്കണമെന്ന് നമുക്ക് തീരുമാനിച്ച് പറയണം അല്ലേ. അപ്പോൾ അതിനുള്ള ഡ്രഗ്സൊക്കെ ചൂസ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇവരുടെയൊക്കെ ഓരോ വർക്ക് ബെഞ്ചിൽ പോയപ്പോൾ അവരുടെ ഒരു പ്രസൻറ്റേഷൻ സ്കിൽ എങ്ങനെയാണ്, അവരുടെ കോളനി എങ്ങനെയുണ്ട്, നല്ല പോലെ സ്ട്രീക്ക് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബേസിലൊരു മാർക്ക് നമ്മൾ ഇടും. അത് അപ്പോൾ ഇടും. ഇല്ലെങ്കിൽ നമ്മൾ 2-3 പേര് ഒരുമിച്ച് കണ്ടതിന് ശേഷം അവരുടെ വന്ന് മാർക്കിടും. സോ ആ മാർക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇവർക്കിന്ന് എലൈസ ചെയ്യാനുണ്ട്. അപ്പോൾ എലൈസയുടെ സാധനങ്ങളൊക്കെ എല്ലാം ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതും അവർ ചെയ്യും. എന്നിട്ട് നമ്മുടെ യൂഷ്വൽ ചായ കുടി പരിപാടി. ബിക്കോസ് രാവിലെ നമ്മൾ ചെല്ലുന്ന സമയം തൊട്ട് ഇവരുടെ പുറകെ നടന്ന് നമ്മൾ നല്ലോണം ക്ഷീണിക്കും. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ പാരലലി ഒരു എലൈസ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമുക്കും എക്സാമിന് സെക്കൻഡ് ഇയർ എലൈസ ചെയ്യാനുണ്ട്. സോ അവിടെ കിറ്റ് ഉണ്ടായിരുന്ന സ്ഥിതിക്ക് ഒരു സെറ്റ് നമ്മളും ചെയ്തു. അപ്പം നമുക്കും കൂടി ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ എലൈസയിൽ. അത് കൂടാണ്ട് നമ്മൾ എലൈസ ഇഷ്ടംപോലെ നമ്മുടെ പോസ്റ്റിംഗ് വരുമ്പോഴത്തേക്കും സെറോളജിയിൽ MCH മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സെറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഡ്യൂട്ടിക്ക് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഇഷ്ടംപോലെ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എക്സ്പീരിയൻസിന് കുറവൊന്നുമില്ല, നമ്മൾ ഇഷ്ടംപോലെ ചെയ്യാറുണ്ട്. സോ നേരത്തെ കാണിച്ച പേപ്പർ എന്താണെന്ന് വെച്ചാൽ സ്പോട്ടേഴ്സാണ്. സോ മെഡിക്കൽ ഫീൽഡിൽ അറിയാമല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം പാറ്റേൺ ആണ് സ്പോട്ടേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്പോട്ടേഴ്സ് സെറ്റ് ചെയ്തു. അവരതൊക്കെ കുഴപ്പമില്ലാണ്ട് എഴുതി. എല്ലാവരും അങ്ങനെ 20 മാർക്സിനാണ് 10 സ്പോട്ടേഴ്സിന് 1-2 മാർക്ക് വെച്ചിട്ട്. ചിലർ വളരെ കുറച്ച് പേര് വളരെ നല്ല രീതിയിൽ എഴുതി, കുറച്ച് ആവറേജ് ആയിരുന്നു. വളരെ കുറച്ച് പേര് ബിലോ ആവറേജ് ആയിട്ടാണ് സ്പോട്ടേഴ്സിന് നിന്നത്. ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്യുന്നതെന്ന് അറിയോ, ഒരെണ്ണം പേപ്പർ കറക്റ്റ് ചെയ്ത് വന്നപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ എഴുതിയിരിക്കുന്നു സ്പോട്ടേഴ്സിൽ. എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റായിട്ട് വന്നു. അപ്പം ഞാൻ ആ കുട്ടി ഏതാണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ അവരോട് ചോദിക്കുന്നതാണ്, ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേര് പറഞ്ഞിട്ട്, ഈ കുട്ടി നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. ബിക്കോസ് നന്നായിട്ട് എഴുതിയ പേപ്പേഴ്സ് വരുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. കാരണം നമ്മൾ പഠിപ്പിച്ച് കൊടുത്തതൊക്കെ അവർ നന്നായിട്ട് റീകളക്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. സോ അങ്ങനെ നമ്മൾ എല്ലാ പേപ്പേഴ്സും കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, സ്പോട്ടേഴ്സിൻ്റെ മാർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു മാർക്ക് ലിസ്റ്റിൽ നമ്മൾ റോൾ നമ്പർ വൈസ് എന്ത് ചെയ്യണം, എഴുതി വെക്കണം. കാരണം നമുക്ക് ഇവരുടെ ഓവറോൾ പ്രാക്ടിക്കൽ മാർക്ക് 150-ലാണ്. സോ ആ 150-ൽ നമുക്ക് ഓരോരുത്തരുടെയും മാർക്ക് ലാസ്റ്റ് സെറ്റ് ചെയ്ത് റെഡിയാക്കണം. എന്നിട്ട് നമുക്ക് മാഡത്തിന് കൊടുക്കണം. പിന്നെ നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ഒരു മാഡം ഉണ്ടാവും. മാഡത്തിൻ്റെ സൂപ്പർവിഷനിലെല്ലാം ചെയ്യുന്നത്. സോ അന്നത്തെ പരിപാടിയും കഴിഞ്ഞു. നമ്മൾ തിരിച്ച് സ്പോട്ടേഴ്സും മാർക്സും ഒക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാണ്. സോ ഇതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് MLT ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം. സോ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പുതിയ ബിൽഡിംഗ് ആണ് കേട്ടോ ഇത്. പുതിയ ബിൽഡിങ്ങിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞു. അവിടെ സാധനങ്ങളും ഫർണിച്ചേഴ്സും ഒക്കെ സെറ്റ് ചെയ്യാണ്. ആൻഡ് ഈ കാണുന്നതാണ് നമ്മുടെ PG ബ്ലോക്ക്. ഇത് എക്സ്ക്ലൂസീവ്ലി PGസിനുള്ളതാണ്. 3 ഡിപ്പാർട്ട്മെൻറ്റാണ് വരുന്നത് ഇവിടെ. ബയോകെമിസ്ട്രി, മൈക്രോബയോളജി ആൻഡ് പെത്തോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടെ PGസിലുള്ളത്. സോ നമ്മൾ തിരിച്ച് ഇതേപോലെ തന്നെ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് നമുക്ക് അവിടുത്തെ വർക്ക് കാണും. സോ ഇത് നമ്മളുടെ കയറി വരുമ്പോൾ നോട്ടീസ് ബോർഡാണ്. ആൻഡ് ആ കാണിച്ച പോസ്റ്റർ നമ്മൾ ചെയ്തതാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിച്ചു. ഒരു മിനിമം ലഞ്ചായിരുന്നു ഇന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇതേ സ്റ്റുഡൻസിൻ്റെ ഇൻറ്റേർണൽ എക്സാമിനേഷൻ്റെ പേപ്പേഴ്സാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഇൻറ്റേർണൽ ഉണ്ട്, സെക്കൻഡ് ഇൻറ്റേർണൽ ഉണ്ട്, അവരുടെ മോഡൽ എക്സാമിനേഷൻ ഉണ്ട്. സോ ഈ പേപ്പേഴ്സും നമ്മളാണ് വാല്യൂ ചെയ്തത്. അപ്പോൾ അത് വാല്യൂ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ കുട്ടികൾക്ക് ഒരു ഇൻറ്റേർണൽ മാർക്ക് കൊടുക്കില്ലേ. അപ്പോൾ ആ ഇൻറ്റേർണൽ മാർക്ക് മാഡം നമ്മളോട് പറഞ്ഞിട്ട് ചെയ്യുന്ന കേട്ടോ. അതായത് ഇവരുടെ ഇൻറ്റേർണൽ മാർക്ക് എന്ന് പറയുന്നത് ഇവരുടെ ഈ എക്സാമിനേഷനെ ബേസ് ചെയ്ത് 3 എക്സാംസിൻ്റെയും ഒരു ആവറേജ് മാർക്കായിരിക്കും മാഡം പിന്നീട് യൂണിവേഴ്സിറ്റിക്ക് അപ്ലോഡ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നോട്ട്സൊക്കെ ഈ അവരുടെ എക്സാം ഷീറ്റൊക്കെ കറക്റ്റ് ചെയ്യുന്നതാണ്. ആൻഡ് എക്സാം ഷീറ്റ് കറക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ പഠിച്ച സാധനവും നമുക്കൊന്ന് റീകളക്ട് ചെയ്യാൻ പറ്റും ഈ എക്സാം ഷീറ്റ്സ് കറക്റ്റ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ 4:15 നമ്മുടെ അന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തന്നെയാണ് ലാബ് തുറക്കുന്നതും നമ്മൾ തന്നെയാണ് ലാബ് പൂട്ടുന്നതും. ഒരു കംപ്ലീറ്റ് ലാബ് നമ്മുടെ കൺട്രോളിലാണ്. സോ നമ്മൾ അന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ഹോസ്റ്റലിലേക്ക് പോവാണ്.
ആൻഡ് ഇതിന് പാരലായിട്ട് നെക്സ്റ്റ് വീക്ക് നമുക്കും എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പഠിത്തവും കൂടി നടക്കണം. സോ നെക്സ്റ്റ് ഡേ 3 എനിക്ക് ഇഷ്ടമുള്ളൊരു ചുരിദാർ ഞാൻ ഇട്ടു. സോ എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് സെൽഫ് അപ്രിസിയേഷൻ ആവാമെന്ന് കരുതി ഞാൻ കണ്ണാടിയൊക്കെ നോക്കി. രാവിലെ കുറച്ച് സമയമുള്ളത് കൊണ്ടൊന്ന് അമ്പലത്തിലും പോയി. എന്നിട്ട് നേരെ നമ്മൾ എക്സാം ഹാളിൽ പോയി അവരുടെ പേപ്പേഴ്സൊക്കെ സെറ്റ് ചെയ്തു. സോ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇവർ ഈ 3 ദിവസമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന വർക്കിൻ്റെ ഫൈനൽ റിപ്പോർട്ടിങ്ങും അതേപോലെ ഇവരുടെ വൈവയുമാണ്. സോ വൈവ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് തിയറി വൈവ നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ടൈം എടുത്ത് ഓരോ സ്റ്റുഡൻസിനോടും ചോദിക്കും. അങ്ങനെ ചോദിച്ചാലേ അവർക്കും യൂണിവേഴ്സിറ്റി ആകുമ്പോഴത്തേക്കും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിൽ എവിടെ നിന്നൊക്കെ വരും എന്നുള്ളൊരു ഐഡിയ കിട്ടുകയുള്ളൂ. സോ ഇപ്പോൾ വൈവ കണ്ടക്ട് ചെയ്യുന്നതാണ്, റിപ്പോർട്ടിങ്ങും ഒരുമിച്ച് തന്നെ ആക്കാമെന്ന് കരുതി. അപ്പോൾ റിപ്പോർട്ടിംഗ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തു. എല്ലാവർക്കും ഗ്രോത്തും ബയോകെമിക്കൽ റിയാക്ഷൻസും ABSTയും എല്ലാം നല്ല രീതിയിൽ കിട്ടി. പക്ഷേ തിയറി വൈവ അവർ കുറച്ച് വീക്കായിട്ട് തോന്നി. ചിലപ്പോൾ ഈ തിരക്കിനിടയ്ക്ക് അവർക്ക് പഠിക്കാനുള്ള സമയം അത്രയും കിട്ടി കാണൂല, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അവരോട് പറയുന്നുണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ പഠിക്കണം, ഈ ഏരിയ നിങ്ങൾ വീക്കാണ്, ആ ഏരിയ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് പഠിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഐഡിയ അവർക്ക് കൊടുക്കുന്നതാണ് മെയിൻലി നമ്മുടെ ഉദ്ദേശം ഈ വൈവ നടത്തുന്നതിലൂടെ. സോ ഓരോ സ്റ്റുഡൻസിൻ്റെയും കാലിബർ ഓരോ രീതിയിലാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിലായിരിക്കും അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബേസിക് നോളജ് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് പയ്യെ നമ്മൾ ലെവൽ കൂട്ടി വരും. അപ്പോൾ അവർക്ക് ഗ്രാജുവലി കുറച്ച് ഉത്തരങ്ങൾ പറയാൻ പറ്റും. ചിലത് പറയാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ ഒന്നും പറയാൻ പറ്റിയില്ല എന്നുള്ളൊരു ടെൻഷൻ അവർക്ക് വരാതിരിക്കാനാണ് കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസും കൂടി മിക്സ് ചെയ്ത് ചോദിക്കുന്നത്. അങ്ങനെ വൈവ കണ്ടക്ട് ചെയ്ത് ശരിക്കും ഒരു പരുവായി. ഏറ്റവും പാട് വൈവ കണ്ടക്ട് ചെയ്യാനാണ്, കാരണം ഇങ്ങനെ തുരുതുരാ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കണ്ടേ. അപ്പോൾ സ്ഥിരം നമ്മുടെ യൂഷ്വൽ, പക്ഷേ ഇന്നൊരു വെറൈറ്റിക്ക് ചായക്ക് പകരം കോഫിയാണ് കുടിച്ചത്. അങ്ങനെ കോഫി കുടിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യായിരുന്നു. അതിൽ എനിക്ക് ഒരു കുട്ടി ഞാൻ വൈവയ്ക്ക് ചോദിച്ചത് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തു. അപ്പോൾ അതൊക്കെ ഞാൻ അവരോട് പറയുമായിരുന്നു. ചില കുട്ടികൾ നല്ലോണം പഠിച്ചിട്ടുണ്ട്, ചിലർ പഠിച്ചിട്ടില്ല, എന്നിട്ട് ഞങ്ങൾ പഠിക്കാത്ത കുട്ടി ഏതാ, പിന്നെ ഇന്ന ആളെ വിളിച്ചിട്ട് ഒന്നുകൂടെ വാൺ ചെയ്യണം, ഒന്നുകൂടെ പഠിക്കാൻ പറയണം, സീരിയസ് ആവാൻ പറയണം, അതൊക്കെ നമ്മൾ പറയുകയാണ്. സോ അത് കഴിഞ്ഞിട്ട് ഇവരുടെ സ്ലൈഡ് കൾച്ചർ, നമ്മൾ പറഞ്ഞില്ലേ ഫംഗസ് ഉണ്ടെന്ന്, അപ്പോൾ സ്ലൈഡ് കൾച്ചർ ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവരുടെ മൈക്രോസ്കോപ്പിൽ ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോയിട്ട് ചെക്ക് ചെയ്തിട്ട് ബെഞ്ച് വൈവ ചെയ്യുന്നതാണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ എക്സാമിനേഷൻ കംപ്ലീറ്റ് കഴിഞ്ഞ് കുട്ടികളെ പറഞ്ഞു വിട്ടതിന് ശേഷം ഈ 3 ദിവസത്തെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു വലിയ ടാസ്ക്കായിട്ട് തോന്നി. ബിക്കോസ് 3 ദിവസത്തെ മൊത്തം എക്സ്പെരിമെൻറ്റ് 150 മാർക്സിന് അതങ്ങ് സെറ്റ് ചെയ്തു. തിരിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോവാണ്. സോ മാഡത്തിന് ഈ മാർക്കൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന സമയത്ത് നമുക്ക് അടുത്ത ഒരു പണി ഉണ്ടായിരുന്നത് ഇവരുടെ വീണ്ടും ഇൻറ്റേർണൽ മാർക്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ളതായിരുന്നു. നമ്മൾ ഇന്നലെ വൈകിട്ട് കണ്ടില്ലേ പേപ്പേഴ്സ് കറക്റ്റ് ചെയ്തത്, അപ്പോൾ ആ പരിപാടി ഉണ്ട്. അതിന് മുന്നായിട്ട് പെട്ടെന്ന് ലഞ്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ഇയറിൻ്റെ മാർക്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ID കാർഡൊക്കെ ആയിട്ട് മാർക്ക് ലിസ്റ്റ് വാങ്ങാൻ പോയി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ തീസിസ് വർക്കിൻ്റെ മെത്തഡോളജി പാർട്ടിന് കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പൊതുവേ നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ടാണ് ആ കൺഫ്യൂഷൻസ് തീർക്കുക. അത് ഒരാളുടെ പേപ്പറൊന്നായിരിക്കില്ല, ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺഫ്യൂഷൻസ് കാണും. അപ്പോൾ ഒരാൾക്ക് അറിയുന്നത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡൗട്ട്സ് കൂടുതലും ക്ലിയർ ചെയ്യുന്നത് നമ്മൾ അങ്ങനെയാണ്. നമ്മുടെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ സ്പേസ് ഉണ്ട്, അവിടെയാണ് യൂഷ്വലി നമ്മൾ പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മുടെ തീസിസിൻ്റെ ഭാഗമായിട്ടുള്ള ഡിസ്കഷൻസ് ആണ് നടക്കുന്നത്. തിരിച്ച് നമുക്ക് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിയദർശിനി ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെയാണ് HOD മാഡത്തിൻ്റെ റൂമുള്ളത്. സോ HOD മാമിൻ്റെ റൂമിലാണ് നമ്മളുടെ സൈൻ ചെയ്യാനുള്ള രജിസ്റ്റർ ഇരിക്കുന്നത്. സോ അവിടെ നമ്മൾ പോയിട്ട് നമ്മുടെ സൈനൊക്കെ ചെയ്തു, അറ്റൻഡൻസ് ഒക്കെ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് നമ്മൾ ഇന്നലെ പകുതി വെച്ച് നിർത്തിയ നമ്മുടെ പേപ്പർ കറക്ഷൻ, അവരുടെ ഇൻറ്റേർണൽ മാർക്സിനുള്ള അവരുടെ മോഡൽ എക്സാമിൻ്റെ മാർക്സ് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത് കുറച്ച് ടൈം എടുക്കും, കാരണം ഇവർ എഴുതിയതെല്ലാം വായിച്ച് മനസ്സിലാക്കി അതിലുള്ള തെറ്റ് അവിടെ തന്നെ നോട്ട് ചെയ്ത് ഞങ്ങൾ വെക്കാറുണ്ട്. അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് നോക്കുമ്പോൾ എളുപ്പമാകാൻ വേണ്ടിയിട്ട് എന്താ അവിടെ മിസ്റ്റേക്ക് എന്നുള്ളത് സൈഡിൽ എഴുതി വെക്കും. അപ്പോൾ അതൊക്കെ ചെയ്തു. പക്ഷേ എന്നിട്ടും കംപ്ലീറ്റ് ആയിട്ടില്ല, കാരണം 26 കുട്ടികളുടെ ഇല്ലേ, അപ്പം അതൊരു പകുതിയോളം കംപ്ലീറ്റ് ചെയ്തു. സോ ഈ കറക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല, അത് കംപ്ലീറ്റ് ചെയ്യാനും കുറച്ച് ടൈം എടുക്കും. സോ അങ്ങനെ അന്നത്തെ ദിവസവും നമ്മൾ പറഞ്ഞു.